ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മഹാകവി വള്ളത്തോളിന്റെ ജന്മദിനമായ ഒക്ടോബർ 16 അന്താരാഷ്ട്ര കഥകളി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് തോടയം കഥകളി യോഗം 36ാം വാർഷികത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. അതുപോലെ ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ 5 വർഷമായിട്ട് 2019 മുതൽ അത് കേന്ദ്ര ഗവൺമെന്റ് ദേശീയ കഥകളി ദിനം പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ഇതുവരെ നടന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് ആചരിക്കാറ്. കഴിഞ്ഞ 2 ദിവസം ഒരു പത്രത്തിൽ കണ്ടു, കലാമണ്ഡലം അവരെന്നെ ഇപ്രാവശ്യം അതിനുവേണ്ടി ആവശ്യപ്പെടണം. അപ്പോൾ നമുക്ക് അതും അടുത്തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. തോടയം കഥകളി യോഗത്തിന്റെ 36ാം വാർഷികാഘോഷ പരിപാടികൾ ഒക്ടോബർ 12 ഞായറാഴ്ച തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. വേദിയിൽ കഥകളി രംഗത്തെ പ്രശസ്തരായ 5 കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. തുടർന്ന് സുധീഷ് നമ്പൂതിരി രചിച്ച നള കഥായനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പല്ലാവൂർ വാസുദേവ പിഷാരടി അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും കോട്ടക്കൽ PSV നാട്യസംഘം അവതരിപ്പിക്കുന്ന നളചരിതം 3ാം ദിവസം കഥകളിയും ഉണ്ടാകും. കേരള കലാമണ്ഡലം ഡീനും അതുപോലെ തന്നെ കാറൽമണ്ണ കഥകളി ട്രസ്റ്റിന്റെ ചെയർമാനുമായിട്ടുള്ള രാജാനന്ദ് എന്ന് പറയുന്ന ഒരു കഥകളി നിരൂപകൻ ആസ്വാദകൻ ആയിട്ടുള്ള KB രാജാനന്ദന് തോടയം കഥകളി യോഗത്തിന്റെ ഒരു സ്നേഹാദരവും ഈ വർഷം നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ തോടയം കഥകളി യോഗം പ്രസിഡന്റ് PK കൃഷ്ണനുണ്ണി രാജ, ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് മേനോൻ, ട്രഷറർ സുരേഷ് പാഴൂർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്കെതിരെ